എല്ലാവർക്കും ജോളു കിച്ചൻസിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസിന് ഉള്ളി ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ പരുവത്തിന് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക. എന്നിട്ട് നെയ്യിൽ വഴറ്റാൻ വയ്ക്കുക. ആദ്യം നെയ്യ് അഞ്ചീര അരിയിര ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം മുന്തിരിങ്ങ വഴറ്റി മാറ്റി വയ്ക്കാം. ഈ പരുവത്തിന് കോരി മാറ്റുക. തീ എപ്പോഴും ഫ്ലെയിം കുറച്ചിടണേ. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കാഷ്യൂനട്ടിന് വില കൂടിയതായത് കൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, വലിയ കാഷ്യൂനട്ടല്ലല്ലോ ഒന്നും. അത് ഈ കണക്കിന് മൂത്ത് വരുമ്പോൾ ഒന്ന് കോരി മാറ്റുക. ഇനി ഈ നെയ്യിലോട്ട് ഈ ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇളക്കരുത്, വലുതായിട്ടിട്ട് ഇളക്കരുത്. ഇളക്കി ഇതിൻ്റെ ആ ഡിസൈൻ അങ്ങ് പോകും. ഇങ്ങനെ നല്ല ഇതളായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുക. ഇവനെ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഈ പരുവായിട്ടുണ്ട്. ഇങ്ങനെ വലിയിട്ടിട്ട് കുഴയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. മൊത്തത്തിൽ ഇട്ട് കുഴയ്ക്കരുത്. കുഴച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞും പോവും, ചുരുണ്ടും പോവും. എന്നിട്ട് ഇങ്ങനെ വള്ളി പോലെ ഈ പരുവത്തിന് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ നൂന്ന് കിടക്കും. അതാണ് ഫ്രൈഡ് റൈസിൽ കിടക്കുമ്പോൾ ഒരു ഭംഗി. ഈ പരുവ മൂത്ത് വരുന്ന സമയമാകുമ്പോൾ കോരി മാറ്റുക. വീണ്ടും കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുക. ഞാൻ മിൽമയുടെ നെയ്യാണേ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് ഉപയോഗിക്കാം. വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഗ്രാമ്പു ഞാൻ ഇത്ര എടുത്തത് 5 കിലോ അരി ആയതുകൊണ്ടാണ്. ഇത്രയുണ്ട്, കണ്ടല്ലോ. ഗ്രാമ്പു ഇത്രയും, നല്ല കുരുമുളക്, ഏലക്ക, പെരിഞ്ജീരകം, പട്ട, തോലം, സാധനം ഇടുന്ന സമയത്ത് തീ നല്ല കുറച്ച് വെച്ചിരിക്കണം. അതാണ് ഇതിങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നത്. സാധനം മൂത്ത് വരുമ്പോൾ ഈ പാത്രത്തിൻ്റെ അളവിനാണ് അരി എനിക്ക് വന്നിരിക്കുന്നത്. ഏത് പാത്രത്തിൻ്റെ അളവിനാണോ നിങ്ങൾ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിലായിരിക്കണം വെള്ളം ഒഴിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഞാൻ ഈ പാത്രത്തിൻ്റെ അളവിനാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിൻ്റെ അളവിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിനാണ് വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം.
2 ഒരു അരയും കൂടെ നിറയ്ക്കരുത്, അര. അങ്ങനെ ഏത് പാത്രത്തിനാണോ വെള്ളം എടുക്കുന്നതും അരി എടുക്കുന്നതിൻ്റെ അളവ്, ഇപ്പോൾ ഒരു പാത്രം നിറച്ച് അരി ഉണ്ടെങ്കിൽ ആ പാത്രത്തിന് 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. നിങ്ങൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുക, അപ്പോൾ ആ ഒരു പാത്രം എടുക്കുക, ആ പാത്രം നിമത്തി അരി തട്ടി വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ലെവൽ കിട്ടും. ആ പാത്രത്തിൻ്റെ അളവിനാണ് വെള്ളം എടുക്കുക. വെള്ളം കൂടിപ്പോയാൽ ചോറ് വെന്ത് പോകും. അപ്പോൾ വെള്ളമാണ് നമ്മുടെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ 5 കിലോ അരിയുടെ അളവിൻ്റെ സ്പൂണാണ് ഇത്. അപ്പം നിങ്ങൾ ഏതാണോ എടുക്കുന്ന, ആ എത്ര കിലോ അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കുക. ഇതിപ്പോൾ ആദ്യമായി ചെയ്യുന്നവർക്ക് ഉപ്പ് അളവ് നിങ്ങൾക്ക് കിട്ടാതെ വരും. അങ്ങനെ ഉള്ളവർക്കുള്ളൊരു പ്രത്യേക ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഉപ്പിട്ട് കഴിയുമ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് നാവിൽ വെച്ച് നോക്കുക. അപ്പോൾ വെള്ളത്തിൽ നിന്നും മുന്നിട്ട് ഉപ്പ് നിൽക്കുകയാണെങ്കിൽ ഓക്കെയാണ്. വെള്ളത്തിൽ നിന്നും ഉപ്പ് കുറവായി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഈ ഫ്രൈഡ് റൈസ് വയ്ക്കാൻ അറിഞ്ഞുകൂടാത്തുള്ളവർക്ക് മാത്രമുള്ള ഒരു ട്രിപ്പാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്, അറിയാവുന്നവർക്കല്ല കേട്ടോ. എൻ്റെ 5 കിലോ അരിയുടെ ഉപ്പാണേ ഞാൻ ഇടുന്നത്. 2, 3, 4, 4.5 സ്പൂണ്. ഇനി നമുക്ക് ഇത് നന്നായി അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ തീ കൂട്ടി കൊടുക്കുക. ഇത് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പ് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന് മുന്നിട്ട് ഉപ്പുണ്ടെങ്കിൽ ഓക്കെയാണ്. വെള്ളത്തിനെക്കാളും ഉപ്പ് പുറകിലോട്ടാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബിരിയാണി അരി ഞാൻ നേരത്തെ കഴുകി വെച്ച് കുതിർത്ത് വെച്ച അരിയാണ്. ഇത് അരി ഞാൻ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. നിങ്ങൾക്ക് ഏതരി വേണോ എടുക്കാം. ഞാൻ കൈമയാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് കൈയൊക്കെ നോക്കിക്കോണം. വെള്ളം തെറിച്ച് വന്നൊന്നും പുറത്തൊന്നും വീഴരുത് അരി. അരി ഇട്ടതിന് ശേഷം അടി താത്ത് തന്നെ നന്നായിട്ട് ഇളക്കി വെള്ളവും അരിയായിട്ടൊന്ന് ഇളക്കി ചേർത്തിടുക. ഇളക്കാതിരിക്കരുത്, എങ്കിൽ അടിയിൽ അരി കട്ട പിടിച്ച് കിടക്കും. മൊത്തം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അടച്ചു വയ്ക്കുക. ഇപ്പം ഈ പരുവം ആയിട്ടുണ്ട്. ചോറ് വെന്തിട്ടില്ല. നമുക്കണ്ട ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ വറ്റിച്ചാണേ വയ്ക്കുന്നത്, ഊറ്റിക്കളയുന്നതല്ല കേട്ടോ. ആ ഒഴിച്ച നെയ്യുമാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതാ ഈ പരുവം ആയി കിട്ടിയിട്ടുണ്ട്. ചോറ് നല്ല പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വെന്തൊന്നും ഉടഞ്ഞിട്ടില്ല. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഓക്കെ ആവും. വീണ്ടും കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മളെ ചോറൊക്കെ വെന്ത് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിത്ര 5 കിലോ അരി ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. എന്നിട്ട് അടച്ചു വയ്ക്കുക. ആ നെയ്യ് അങ്ങോട്ട് അടിയിലോട്ട് ഇറങ്ങാനാണേ. ഗ്യാസും ഓഫ് ചെയ്യുക. നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ തോന്ന് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഞാൻ ഇടാൻ പോകുന്ന സാധനങ്ങൾ നോക്കുക.
നേരത്തെ നമ്മൾ വഴറ്റി വെച്ച സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ബീൻസും ഫ്രൈഡ് റൈസിന് മെയിനാണ്. ബീൻസ് ഈ പരുവത്തിന് ഇങ്ങനെ അരിയണം, നീളത്തിന്. പൊതിയനിയില, മല്ലിയില, വീണ്ടും അതുപോലെ റയറായിട്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെക്കുമ്പം തന്നെ നെയ്യും ഇതൊക്കെ ഇതിലുണ്ട്, അതൊക്കെ അതിൽ വീണുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഇതിലിപ്പോൾ നെയ്യ് ഇഷ്ടം പോലെ ഉണ്ട്. വീണ്ടും ഇതുപോലെ ഇതേ സാധനങ്ങളെല്ലാം ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തുള്ള ചേരുവടി വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ഞാൻ ഗ്യാസ് നേരത്തെ ഓഫ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇനി ഇത് ആ ചൂടിൽ തന്നെ അടച്ചങ്ങ് വെക്കുക. ഇനി എടുക്കാൻ നേരത്ത് മാത്രമേ ഇത് തുറക്കാവൂ. അപ്പോൾ ഈ മണ്ടയിലിരിക്കുന്നത് ആ അടുപ്പിൻ്റെ, അത് നിങ്ങളുടെ വീടുകളിൽ വെക്കുന്നവർക്കാണെങ്കിൽ മണ്ടയിൽ വല്ല തീക്കനലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. എനിക്കിപ്പോൾ ഇരുമ്പിൻ്റെ അടുപ്പായതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ അടിയിൽ തന്നെ ചൂടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മണ്ടയിൽ തീക്കനലോ ഒന്നും ഞാൻ ഇടുന്നില്ല. പിന്നെ എസൻസ് ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ. എസൻസ് വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവരുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇനി എടുക്കാൻ നേരത്ത് ഞാൻ ഒന്നും കൂടി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.